ഓൾ പേളി മണി ഫാൻസ് അസംബിൾ ഹിയർ. ഇത് നിങ്ങളെ പ്രകോപിപ്പിക്കാനുള്ളതാണ്. പേളി മണിയുടെ ഇന്റർവ്യൂകൾ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റുഡിയോ സെറ്റ് വലുതായാൽ മാത്രം ഒരു ഇന്റർവ്യൂ മികച്ചതാകുമോ? അതോ ചോദ്യങ്ങളുടെ നിലവാരമാണോ ഒരു ഇന്റർവ്യൂവിന്റെ യഥാർത്ഥ സ്റ്റാൻഡേർഡ്? പേളി മണിയുടെ ഇന്റർവ്യൂകളെക്കുറിച്ച് ഉയരുന്ന വിമർശനങ്ങളാണ്. ഇതൊരാളെ വ്യക്തിപരമായി വിമർശിക്കാനുള്ള വീഡിയോ അല്ല. പേളി മണിയുടെ ഇന്റർവ്യൂകൾക്ക് വലിയ പ്രേക്ഷക ശ്രദ്ധയുണ്ട്. മികച്ച സെറ്റ്, മികച്ച ക്യാമറ വർക്ക്, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഇതെല്ലാം കാണുമ്പോൾ ഒരു പ്രീമിയം ഷോയുടെ ഫീൽ ലഭിക്കും. പക്ഷെ പലപ്പോഴും ഗസ്റ്റിന്റെ വ്യക്തിപരമായ സ്പേസിലേക്ക് ആവശ്യത്തിലധികം കടന്നു കയറുന്ന ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നു. ചില ചോദ്യങ്ങൾ ബാലിശമായോ അത്ര ഗൗരവമില്ലാത്തതായോ തോന്നുന്നുമുണ്ട്. അതുപോലെ ചില എപ്പിസോഡുകളിൽ ഗസ്റ്റിനെ കുറിച്ച് വേണ്ടത്ര പഠനം നടത്തിയില്ലെന്ന തോന്നലും ഉണ്ടാകുന്നുണ്ട്. ഗസ്റ്റിന്റെ പേഴ്സണൽ സ്പേസിലേക്ക് കുറച്ചുകൂടി ആവശ്യമില്ലാതെ കടന്നു കയറുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില എപ്പിസോഡുകളിൽ ഗസ്റ്റിനെ കുറിച്ച് വേണ്ടത്ര റിസർച്ച് പോലും ചെയ്തിട്ടില്ല എന്നൊരു ഫീലും കിട്ടാറുണ്ട്. അതുകൊണ്ട് സംസാരിക്കാവുന്ന പല കാര്യങ്ങളും വിട്ടുപോകുന്നത് പോലെ. ചിലപ്പോൾ ഗസ്റ്റും അവതാരകയും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന ഒരു വൈബ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അത് എല്ലാവർക്കും നേച്ചുറലായി തോന്നണമെന്നില്ല. ഒരു നല്ല ഇന്റർവ്യൂവിന്റെ ലക്ഷ്യം ഗസ്റ്റിനെ സംസാരിപ്പിക്കുകയാണ്. അവതാരകയാണ് മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാകുന്നതെങ്കിൽ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല.